ക്വിസ് ആൻഡ് ഫാക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട് ക്വിസ് മത്സരത്തിൽ ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുമ്പ് ഈ ചാനൽ ഇതുവരെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് രണ്ട് കാര്യങ്ങളാണ് പറയാനുള്ളത്. ഒന്നാമത്തേത്, ഇത് നമ്മളുടെ പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട് അപ്ലോഡ് ചെയ്യുന്ന 5ാമത്തെ ക്വിസിൻ്റെ വീഡിയോ ആണ്. ഈ വീഡിയോ കണ്ട ഉടൻ തന്നെ മറ്റ് വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ മറ്റ് വീഡിയോസ് കൂടി കാണുക. അതിലും ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യങ്ങൾ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഈ പറയുന്ന ചോദ്യങ്ങളെല്ലാം പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ക്വിസ് മത്സരത്തിൽ നല്ല മാർക്ക് കിട്ടും എന്നത് ഉറപ്പുള്ള കാര്യമാണ്. ഇനി പറയാൻ പോകുന്നത് ഈ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റ്യനെ പറ്റിയാണ്. ബോണസ് ക്വസ്റ്റ്യൻ എന്താണെന്നാൽ ഈ വീഡിയോയുടെ അവസാനം നിങ്ങൾക്കായി നൽകുന്ന ഒരു ചോദ്യമാണ്. അതിൻ്റെ ഉത്തരം ആരൊക്കെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുന്നുവോ അതിൽ കുറച്ച് പേരെ സെലക്ട് ചെയ്തുകൊണ്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ വിന്നറായി പ്രഖ്യാപിക്കുന്നതാണ്. അപ്പോൾ ബോണസ് ക്വസ്റ്റ്യൻ എന്താണെന്ന് അറിയുവാനായി വീഡിയോ അവസാനം വരെ കണ്ട് ബോണസ് ക്വസ്റ്റ്യൻ്റെ ഉത്തരം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഉത്തരത്തിൻ്റെ കൂടെ നിങ്ങളുടെ പേര് കൂടി രേഖപ്പെടുത്താൻ മറക്കരുത്. എന്നാൽ മാത്രമേ നിങ്ങൾ ആരാണെന്ന് നമ്മൾക്ക് മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം വരെ കണ്ട് ബോണസ് ക്വസ്റ്റ്യൻ്റെ ഉത്തരം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം ഇതാണ്: 2025 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ സന്ദേശം എന്താണ്? എൻഡിങ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ. 2025 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ തീം അഥവാ സന്ദേശമാണിത്, എൻഡിങ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. 2024 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ സന്ദേശം എന്തായിരുന്നു? ലാൻഡ് റീസ്റ്റോറേഷൻ, ഡെസേർട്ടിഫിക്കേഷൻ ആൻഡ് ഡ്രോട്ട് റിസീലിയൻസ് എന്നതായിരുന്നു 2024 എൻവിറോൺമെൻറ്റ് ഡേയുടെ തീം എന്ന് പറയുന്നത്. മൂന്നാമത്തെ ചോദ്യം: 2023 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ സന്ദേശം അഥവാ തീം എന്താണ്? ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാനുള്ള സാധ്യത കുറവാണ്. 2025 സന്ദേശം ചോദിക്കാനാണ് ഏറ്റവും കൂടുതൽ സാധ്യത. മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ. 2023 എൻവിറോൺമെൻറ്റ് ഡേയുടെ തീമാണ് ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ. നാലാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ആദ്യമായി ലോക പരിസ്ഥിതി ദിനം ആഘോഷിച്ച വർഷം ഏതാണ്? അതായത് ആദ്യമായി വേൾഡ് എൻവിറോൺമെൻറ്റ് ഡേ ആഘോഷിച്ച വർഷം ഏത്? ജൂൺ 5-ാം തീയതിയാണ് ആദ്യമായി ലോക പരിസ്ഥിതി ദിനം ആഘോഷിക്കുന്നത്. നാലാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം 1974 ജൂൺ 5-ാം തീയതി. അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം ഇതാണ്: ലോക പ്രകൃതി സംരക്ഷണ ദിനം എന്നാണ്? അതായത് എന്നാണ് വേൾഡ് നേച്ചർ കൺസർവേഷൻ ഡേ? വേൾഡ് നേച്ചർ കൺസർവേഷൻ ഡേ അഥവാ ലോക പ്രകൃതി സംരക്ഷണ ദിനം എന്ന് പറയുന്നത് ജൂലൈ 28-ാം തീയതിയാണ്. അഞ്ചാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ജൂലൈ 28. ആറാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. നാഷണൽ എൻവിറോൺമെൻറ്റൽ പ്രോട്ടോകോൾ ആക്ട് പാർലമെൻറ്റ് പാസാക്കിയ വർഷം ഏതാണ്? നാഷണൽ എൻവിറോൺമെൻറ്റ് പ്രോട്ടോകോൾ ആക്ട് പാർലമെൻറ്റ് പാസാക്കിയ വർഷം 1986. ഉത്തരം 1986 ആണ്. ഏഴാമത്തെ ചോദ്യം: WWFൻ്റെ പൂർണ്ണരൂപം എന്താണ്? ചോദ്യം ഇതാണ്: WWFൻ്റെ പൂർണ്ണരൂപം എന്ത്? WWFൻ്റെ പൂർണ്ണരൂപം വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചർ എന്നാണ്. പക്ഷേ ഇതിനു മുമ്പ് വേൾഡ് വൈഡ് ഫണ്ട് എന്നായിരുന്നു WWFൻ്റെ പൂർണ്ണരൂപം. എട്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ദേശീയ വനനയം പ്രഖ്യാപിച്ച വർഷം ഏതാണ്? അതായത് നാഷണൽ ഫോറസ്റ്റ് ആക്ട് പ്രഖ്യാപിച്ച വർഷം ഏത്?
1952 ദേശീയ വനനയം പ്രഖ്യാപിക്കുന്നത്. അതായത് നാഷണൽ ഫോറസ്റ്റ് ആക്ട് പ്രഖ്യാപിക്കുന്നത് 1952. വീഡിയോയിലെ 9ാമത്തെ ചോദ്യം, ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളും ഉൾപ്പെടുന്ന മേഖല ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? നമ്മുടെ ഭൂമിയിലെ എല്ലാ ജീവനുള്ള സാധനങ്ങളും ഉൾപ്പെടുന്ന മേഖലയെ പറയുന്ന പേരാണ് ബയോസ്ഫിയർ. 10ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കിനി ചോദ്യത്തിലേക്ക് കടക്കാം. ഗ്ലോബൽ 500 പുരസ്കാരം ആദ്യമായി നൽകിയത് ഏതു വർഷമാണ്? ഗ്ലോബൽ 500 പുരസ്കാരം ആദ്യമായി നൽകിയ വർഷമാണ് 1987. 10ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് 1987. എന്നാൽ 11ാമത്തെ ചോദ്യം ഇതാണ്. ഗ്ലോബൽ 500 പുരസ്കാരം ആദ്യമായി നൽകിയത് 1987. എന്നാൽ ആദ്യത്തെ ഗ്ലോബൽ 500 പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ആദ്യത്തെ ഗ്ലോബൽ 500 പുരസ്കാരം ലഭിച്ചത് വാങ്കാരി മാതായ്ക്കാണ്. ഇവർ കെനിയയിലെ പരിസ്ഥിതി പ്രവർത്തകയും രാഷ്ട്രീയ പ്രവർത്തകയും കൂടിയാണ്. 1987 ഗ്ലോബൽ 500 പുരസ്കാരം ആദ്യമായി ലഭിച്ചത് ആർക്കാണ്? വാങ്കാരി മാതായ്. 12ാമത്തെ ചോദ്യം, നാഷണൽ എൻവിറോൺമെൻറ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? നാഷണൽ എൻവിറോൺമെൻറ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? നാഷണൽ എൻവിറോൺമെൻറ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് നാഗ്പൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇത് മഹാരാഷ്ട്രയിലാണ് സ്ഥിതി ചെയ്യുന്നത്. 13ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ലോകത്തിലെ ഏറ്റവും വലിയ ആണവ ദുരന്തം ചെർണോബിൽ ഉണ്ടായത് ഏതു വർഷമാണ്? ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ആണവ ദുരന്തമായ ചെർണോബിൽ നടന്നത് 1986 ഏപ്രിൽ 2-ാം തീയതിയാണ്. 14ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ലോക വനദിനം എന്നാണ്? അതായത് എന്നാണ് വേൾഡ് ഫോറസ്റ്റ് ഡേ? ഉത്തരമറിയുന്നവർ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ലോക വനദിനം മാർച്ച് 21-ാം തീയതിയാണ്. അതായത് മാർച്ച് 21-ാം തീയതിയാണ് ലോക വനദിനം, അതായത് വേൾഡ് ഫോറസ്റ്റ് ഡേ. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ക്വിസ് ആൻഡ് ഫാക്ട്സ് എന്ന യൂട്യൂബ് ചാനലിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിനെ പറ്റി പറയുവാനുണ്ട്. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരും ഈ ഗ്രൂപ്പിലൊന്ന് ജോയിൻ ചെയ്യുക. നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ ക്വിസ് വീഡിയോസിൻ്റെ ചോദ്യങ്ങളും ഉത്തരങ്ങളും നിങ്ങൾക്ക് PDF രൂപത്തിൽ ഈ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭിക്കുന്നതാണ്. PDFകൾ മാത്രമല്ല, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഗൂഗിൾ ഫോമിലൂടെ ചെറുതായി ക്വിസ് മത്സരങ്ങളും നടത്തുന്നുണ്ട്. അപ്പോൾ എല്ലാവരും നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. ഈ വീഡിയോയിലെ അവസാന ചോദ്യത്തിലേക്ക് കടക്കാം. ഈ ചോദ്യം കഴിഞ്ഞാലുടൻ ബോണസ് ക്വസ്റ്റ്യൻ ആയിരിക്കും. 15ാമത്തെ ചോദ്യം ഇതാണ്. കേരളത്തിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന തടാകം ഏതാണ്? വയനാട് ജില്ലയിലുള്ള പൂക്കോട് തടാകമാണ് കേരളത്തിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന തടാകം. അതായത് സീ ലെവലിൽ നിന്ന് ഏറ്റവും ഉയരത്തിൽ കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന തടാകത്തെ പറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം വയനാട് ജില്ലയിലെ പൂക്കോട് തടാകം. ഇനി നമുക്ക് ഈ വീഡിയോയിലെ ബോണസ് ചോദ്യത്തിലേക്ക് കടക്കാം. ബോണസ് ചോദ്യം നിങ്ങൾക്കുള്ള ചോദ്യമാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭൂമി കൃഷി ആവശ്യത്തിന് ഉപയോഗിക്കുന്ന ജില്ല ഏതാണ്? ഉത്തരമറിയുന്ന എല്ലാവരും കമൻറ്റ് ബോക്സിൽ ഉത്തരം രേഖപ്പെടുത്തുക. ഉത്തരത്തിൻ്റെ കൂടെ നിങ്ങളുടെ പേര് കൂടി രേഖപ്പെടുത്താൻ മറക്കരുത്. എന്നാൽ മാത്രമേ നിങ്ങൾ ആരാണെന്ന് നമ്മൾക്ക് മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ ഈ ഒരു ബോണസ് ക്വസ്റ്റ്യൻ്റെ ഉത്തരവും കൂടാതെ വിന്നേഴ്സിനെയും നമ്മൾ അടുത്ത വീഡിയോയിൽ പ്രഖ്യാപിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും അടുത്ത വീഡിയോയ്ക്ക് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ അവസാനം വരെ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇതുപോലെയുള്ള വീഡിയോകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ നമ്മുടെ ബാക്കി പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട ക്വിസ് വീഡിയോസ് കൂടി ചെക്കൗട്ട് ചെയ്യുക. എല്ലാത്തിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ അവസാനം വരെ കണ്ട എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.